US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ടെസ്ല മേധാവി ഇലോൺ മസ്കുമായുള്ള പോര് മുറുകുന്നു. ബിഗ് ബ്യൂട്ടിഫുൾ ബിൽ പാസാക്കിയാൽ പുതിയ പാർട്ടി ഉണ്ടാക്കുമെന്നാണ് ഇലോൺ മസ്കിന്റെ വെല്ലുവിളി. എങ്കിൽ ടെസ്ലയുടെ സബ്സിഡികൾ നിർത്തലാക്കുമെന്നും മസ്കിന് കടപൂട്ടി ദക്ഷിണാഫ്രിക്കയിലേക്ക് തിരിച്ചു പോകേണ്ടി വരുമെന്നും ട്രംപ് തിരിച്ചടിച്ചു. ഇതിനും മറുപടിയായി മസ്ക് എത്തിയതോടെ രംഗം കൊഴുക്കുകയാണ്. എങ്കിൽ സബ്സിഡി റദ്ദാക്കുമെന്ന് തിരിച്ചും ടെസ്ല മേധാവി വെല്ലുവിളിച്ചു. വൻ മാറ്റങ്ങളുമായി ട്രംപ് അവതരിപ്പിച്ച നികുതി ബില്ലാണ് ഇരുവരും തമ്മിലുള്ള അകൽച്ചയ്ക്ക് കാരണമായത്. പ്രത്യേക നികുതി ബിൽ സെനറ്റിന്റെ പരിഗണനയ്ക്ക് വന്നതോടെയാണ് മസ്ക് വീണ്ടും വിമർശനം ഉന്നയിച്ചത്. പുതിയ നികുതി ബിൽ രാജ്യത്തിന്റെ കമ്മി $3.3 ട്രില്യൺ വർദ്ധിപ്പിക്കുമെന്നാണ് മസ്കിന്റെ ആരോപണം. നികുതി ബിൽ US കോൺഗ്രസ് പാസാക്കിയാൽ അമേരിക്ക പാർട്ടി എന്ന പേരിൽ പുതിയ പാർട്ടി രൂപവൽക്കരിക്കുമെന്നും ബില്ലിനെ പിന്തുണച്ചവരെ പരാജയപ്പെടുത്തുമെന്നും മസ്ക് പ്രഖ്യാപിച്ചു. ടെസ്ലയ്ക്കുള്ള സബ്സിഡികൾ നിർത്തലാക്കുമെന്ന ഭീഷണിയാണ് ഇതിനെതിരെ അമേരിക്കൻ പ്രസിഡന്റ് മുഴക്കിയത്. ടെസ്ല സിഇഒയുടെ കമ്പനികൾക്ക് നൽകിവരുന്ന സബ്സിഡികൾ സർക്കാർ കാര്യക്ഷമതാ വകുപ്പ് പുനഃപരിശോധിക്കുകയാണെന്ന് ട്രംപ് വ്യക്തമാക്കി. ഇതുവഴി വൻതുക ലാഭിക്കാമെന്നും അദ്ദേഹം പറഞ്ഞു. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തന്നെ പിന്തുണയ്ക്കാൻ തീരുമാനിച്ചതിന് ഏറെക്കാലം മുൻപ് തന്നെ താൻ ഇലക്ട്രിക് വാഹന വിരുദ്ധനാണെന്ന് ഇലോൺ മസ്കിന് അറിയാമായിരുന്നുവെന്ന് സമൂഹ മാധ്യമത്തിലെ പോസ്റ്റിൽ ട്രംപ് പറഞ്ഞു. പരിഹാസ്യമായ കാര്യമാണ് ഇലക്ട്രിക് വാഹനം. തന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലെ മുഖ്യ വിഷയമായിരുന്നു ഇത്. ഇലക്ട്രിക് കാറുകൾ നല്ലതാണ്, എന്നാൽ അത് വാങ്ങാൻ എല്ലാവരെയും നിർബന്ധിക്കരുതെന്ന് ട്രംപ് പറഞ്ഞു. മറ്റാരെക്കാളും കൂടുതൽ സബ്സിഡി ലഭിക്കുന്ന വ്യക്തിയാണ് ഇലോൺ മസ്ക്. സബ്സിഡി ഇല്ലെങ്കിൽ അദ്ദേഹത്തിന് കടകൾ പൂട്ടി ദക്ഷിണാഫ്രിക്കയിലേക്ക് തിരിച്ചു പോകേണ്ടി വരും. കൂടുതൽ റോക്കറ്റ് വിക്ഷേപണങ്ങളും ഉപഗ്രഹങ്ങളും ഇലക്ട്രിക് കാറുകളും വേണ്ട, രാജ്യത്തിന് മെച്ചമായിരിക്കും ഇതെന്നും ട്രംപ് മസ്കിനുള്ള മുന്നറിയിപ്പായി പറഞ്ഞു.